Hi friends, ഇന്നത്തെ വീഡിയോയിൽ 36 സൈസിന്റെ ഒരു നൈറ്റി പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത് ട്ടോ. അപ്പോൾ ഇതിൽ മുൻപ് പല സൈസുകളുടെയും കട്ടിംഗ് കാണിച്ചിട്ടുണ്ട് ട്ടോ മുൻപ്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കിയോളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 36 സൈസിന്റെ ആണ്. അതിന് ഞാൻ ഷോൾഡർ കൊടുക്കുന്നത് ഇതിൽ 6.25 ആണ് കൊടുക്കുന്നത് ട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു കസ്റ്റമറിന്റെ അളവിനനുസരിച്ച് ചെയ്യുന്നതാണ്. നമുക്കൊരു 7 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം. അതായത് ഷോൾഡർ സൈസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഷോൾഡർ സൈസിൻ്റെ പകുതി എടുക്കാം. ഇനി സൈസ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ 7 ഇഞ്ച് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോട്ടാ. 7 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ 7.5 ഇഞ്ച് ആം ഹോൾ ലെങ്ത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ 7.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളത് ഷോൾഡറിൻ്റെ ലെങ്ത്തിന് താഴേക്ക് ആം ഹോൾ ലെങ്ത്തിലേക്ക് വരച്ച് കൊടുക്കാം. ഇനി അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ലൈൻ ഇതാണ് കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗം കർവായിട്ട് വരുന്ന പ്ലീറ്റഡ് നൈറ്റിയാണ് ചെയ്യുന്നത്. സ്ലീവ് വന്ന് ബോക്സ് ടൈപ്പ് ആയിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 36 ആണല്ലോ സൈസ് പറഞ്ഞത്. അപ്പോൾ 36 സൈസിൽ നമ്മൾ ലൂസ് കൂടെ ചേർത്തിട്ടാണ് 36 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൂസ് ചേർക്കുക സാധാരണയിൽ ഒരു 4 ഇഞ്ച് ആയിരിക്കും. അപ്പോൾ അതിൽ വരെ എത്രയാണ് 32 ആണ്. 4 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ 32 ആണ് ചെസ്റ്റ് റൗണ്ട് വരുന്നുണ്ടാവുക. ആ 32നെ 4-1 ഭാഗം എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 8 അല്ലേ വരുന്നത്. ആ 8 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് കർവായിട്ടൊന്ന് ആ പോയിന്റിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. യോക്ക് ലെങ്ത്ത് സാധാരണ പോലെ തന്നെ 10 ഇഞ്ച് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഇതുപോലെ ഒന്ന് കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ആം ഹോൾ ലെങ്ത്തിൻ്റെ അവിടെ താഴേക്ക് 1 ഇഞ്ചായിരിക്കും കേട്ടോ. നോക്കുകയാണെങ്കിൽ 1 ഇഞ്ചാണ് വരുന്നത്. പിന്നെ വന്ന് നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഫ്രണ്ട് നെക്കിന് 5.5 ഇഞ്ച് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ 36 എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ചെറിയൊരു സൈസാണല്ലോ വരുന്നത്. 34 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നുണ്ടാവുള്ളൂ. ലൂസിങ് കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരളവ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ബാക്ക് നെക്ക് സാധാരണ പോലെ 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്താലൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ. ധൈര്യമായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടിൽ അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ വല്ലാതെ അങ്ങ് വിരിഞ്ഞ് വരച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത് ഫ്രണ്ടിൽ. ഇത് ഞാനിങ്ങനെ 3 പീസാക്കി മാറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനതുപോലെ റൗണ്ട് ഷേപ്പാക്കി വരച്ചത്. അപ്പോൾ 1 ഇഞ്ച് ഞാൻ കണ്ടോ അവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ആ കർവ് ഷേപ്പ് റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 പീസ് ആക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിലൊന്ന് ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ചോളം ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. 3 പീസ് ആകുമ്പോൾ നമ്മൾ ആ പീസുകൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. പിന്നെ നമ്മളത് കുഴിച്ച് വെട്ടേണ്ട ആവശ്യം വരാറില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ 3 പീസ് ആക്കാത്തതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി അതിന് ശേഷം ബാക്കിൻ്റെ നെക്ക് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ആ ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അത് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുകൂടാതെ കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മളിപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് 3 പീസ് ആക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഇതിനെ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ 3 പീസ് ആക്കിയിട്ട് അപ്പോൾ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും യോക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും. 7 ഇഞ്ചോ 8 ഇഞ്ചോ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു കസ്റ്റമർ വന്നപ്പോൾ ആ അളവിനുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു 6.5 ഇഞ്ചാണ് നീളം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ എഡ്ജ് ഭാഗം വന്നിട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 6 ഇഞ്ച് നമുക്ക് സ്ലീവിൻ്റെ നീളം വേണം, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഞാൻ ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് ഞാൻ പറയാറുണ്ട്, നമ്മുടെ ആം ഹോൾ ലെങ്ത്ത് എത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 7.25 ആയിരുന്നല്ലോ, പ്ലസ് 1.5 ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ 8.25 വരുന്നുണ്ട്. ഒരു 9 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആം ഹോൾ ലെങ്ത്തിൻ്റെ നീളം നമ്മൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിലും ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ ഷേപ്പ് സ്ലീവിൻ്റെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിത് കറക്റ്റ് ആ 1.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3.5 ഇഞ്ചായിരിക്കും അവിടെ വരുന്നുണ്ടാവുക കേട്ടോ. ഒരു 3.5 ഇഞ്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നൈറ്റിക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 3 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നൈറ്റി ആയതുകൊണ്ട് തന്നെ തീരെ കുഞ്ഞായിട്ട് ഈ കൈയുടെ അടിഭാഗം സ്ലീവിൻ്റെ താഴ്ഭാഗം വരുന്നത് ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല, കൈ നീളം കൂടുതലൊക്കെ വരുമ്പോഴേ. അപ്പോൾ ഒരു 3.5 ഇഞ്ചൊക്കെ കണക്കാക്കി ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്കുള്ളത് കൈയുടെ ഭാഗം വരുന്നില്ലേ, അതൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി അപ്പോൾ നമുക്ക് സ്ലീവ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, ഇതേ കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതിൽ നമ്മുടെ യോക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തോടത്ത് 8 ഇഞ്ചല്ലേ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളത് സ്ലീവായിട്ട് ജോയിൻ്റ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് സ്ലീവിലേക്ക് ജോയിൻ്റ് ചെയ്യുമ്പോൾ പോവും, അങ്ങനെ 7.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് 9, 4, 36 വരെ, അതായത് 36 സൈസിൻ്റെ 4 ഭാഗം 36 എന്ന് പറയുമ്പോൾ 9 അല്ലേ വരിക. അപ്പോൾ ഈ 7.5 കഴിഞ്ഞിട്ട് 8.5, 9 വരുമ്പോൾ 1.5 ഇഞ്ചാണ് നമ്മൾക്ക് എക്സ്ട്രാ വേണ്ടത് അല്ലേ. അപ്പോൾ അതേ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു 2 ഇഞ്ചിൻ്റെ വീതം ബോക്സ് ആക്കിയിട്ട് 2 ഇഞ്ച് ഇതുപോലെ ബോക്സ് 2 ഇഞ്ച് താഴേക്ക് മുകളിലേക്ക് ഇതേപോലെ ഒരു ബോക്സ് വരച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു 3 ഇഞ്ചോളം ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് ഈ നമ്മളും വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, നമ്മൾ ഈ നൈറ്റിയുടെ വീതി വരുന്നത് ഇതുപോലെ മടക്കിയിട്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു 17 ഇഞ്ചോളമൊക്കെ വരുന്നുണ്ട്. മടക്കി കഴിയുമ്പോൾ അപ്പോൾ നിർത്തുമ്പോൾ വീതി വരാം 34 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് ചെറുതല്ലേ, 36 സൈസ് എന്ന് പറയുമ്പോൾ കണ്ടമാനം ചുരുക്ക് അധികമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ചുരുക്കമൊന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പ്ലീറ്റ്സ് കുറവ് മതി എന്നുള്ളതുകൊണ്ട്, അതല്ലെങ്കിൽ ധാരാളം പ്ലീറ്റ്സ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ, നമ്മളിപ്പോൾ താഴെ കൈ സ്ലീവിൻ്റെ ഭാഗം നമ്മളൊരു ഏകദേശം ഒരു 8.25, 9 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തില്ലേ. അപ്പോൾ ഒരു 10 ഇഞ്ച്, അതായത് യോക്കിൻ്റെ അതേ വീതിയിൽ നേരെ വരച്ച് കൊടുത്തു. എന്നിട്ട് ഒരു 13 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. 13 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് 2 ഇഞ്ച് ഇതേ കണ്ടോ, നമ്മൾ ബോക്സായിട്ട് അങ്ങേ അറ്റത്ത് മാർക്ക് ചെയ്തത് ഇവിടെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതെ 2 ഇഞ്ച് വീതം താഴെ മുകളിലൊക്കെ 2 ഇഞ്ച്, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾക്ക് വേണ്ട അളവ് അതിൽ കിട്ടും കേട്ടോ. അതായത് 3 ഇഞ്ചോളം ഇപ്പോൾ കർവ് ചെയ്ത് വരച്ചത് വരുന്നുണ്ടാവും. അപ്പോൾ 1.5 ഇഞ്ച് നമുക്ക് ആവശ്യത്തിനും, പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് സ്ലീവായിട്ട് യോക്ക് പാർട്ടായിട്ട് ജോയിൻ്റ് ചെയ്യാനും, പിന്നെ സൈഡ് അടിക്കാനുള്ള ഭാഗം കൂടി നമുക്ക് അവിടെ കിട്ടും. ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കണം എന്നിട്ട് കേട്ടോ. ഇനി അതല്ല അധികം പ്ലീറ്റ്സ് കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഇതേപോലെ അറ്റത്ത് കൊണ്ടുപോയിട്ട് ഈ ബോക്സ് നമ്മൾ 2 ഇഞ്ചിൻ്റെ വീതം മാർക്ക് ചെയ്തില്ലേ, അത് ഏറ്റവും അറ്റത്ത് മുന്നേ ഞാൻ മാർക്ക് ചെയ്തില്ലേ അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ റെഡിമെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നവർ മറ്റ് നൈറ്റികൾക്ക് ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് സൈഡിൽ നിന്ന് ഇത്തിരി കുറച്ചുകൂടി താഴേക്ക് അവർ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അവരുടെ നൈറ്റികൾക്ക് കണ്ടിട്ടില്ലേ ഞൊറിവൊക്കെ കുറവായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, കമൻറ്റ് ബോക്സിലോട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏത് സൈസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഡൗട്ടുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലോട് ചോദിച്ചോളൂ. താങ്ക് യു.